സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്ര ആര്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും ആ സ്വർണം തിരിച്ചു കൊടുക്കുകയാണ് ഏക ലക്ഷ്യം. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാൻ തയ്യാറാണ്, നിന്നെ മുൻനിർത്തിയായിരിക്കും ഞാൻ ആ സ്വർണം തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആര്യനെ ഉപദേശിച്ചിട്ട് കാര്യമില്ലാന്നും മിത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ്. കൃഷ്ണമംഗലത്ത് അച്യുതൻ്റെ മുഖത്തെ ഭാവം കണ്ടിട്ട് രാജശ്രീക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ രാജശ്രീ ചോദിക്കുന്നുണ്ട്, പറയും അച്യുതേട്ടാ, ദേവമംഗലത്ത് പോയിട്ട് എന്താ സംഭവിച്ചത്? എന്തോ ഉണ്ടല്ലോ, അച്യുതേട്ടൻ്റെ മുഖം കണ്ടാലറിയാം, എന്തോ അവിടെ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറാൻ നോക്കി. 2-3 തവണ അങ്ങനെ പറഞ്ഞപ്പോൾ രാജശ്രീ വിടാൻ കൂട്ടാക്കില്ല. അപ്പോൾ രാജശ്രീനോട് പറയുന്നുണ്ട്, അവനില്ലേ ആ ബാലൻ, അവൻ എന്നെ തല്ലി എന്ന് പറയും. തല്ലണോ? അത് കേട്ട വഴിക്ക് ഞെട്ടാണ് നമ്മുടെ രാജശ്രീ. പിന്നെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടാൻ നോക്കുന്നുണ്ട്. നീ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, എനിക്കിത് ചോദിക്കണം അയാളോട്, എൻ്റെ ചേട്ടനെ തല്ലാനായോ അവൻ എന്നൊക്കെ പറഞ്ഞ് ഓടണ്. പക്ഷേ അയാൾ പിടിച്ച് നിർത്തുന്നുണ്ട്, ഇവിടെ തൽക്കാലം ആരും അറിയണ്ട, എന്തായാലും അത് ഞാനത് കൊടുത്തോളാം, നമ്മൾ കൊടുക്കരുത്, വേറൊരാൾ കൊടുക്കണം, കൊടുക്കുമ്പോൾ ആഘോഷമായിട്ട് കൊടുക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം, മനസ്സിലായ? അതുകൊണ്ട് നീ ഇത് പെട്ടെന്ന് ഒന്നും എതിർക്കാനൊന്നും നിൽക്കണ്ട, ആരും അറിയാനും നിൽക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഏട്ടനും ഏട്ടത്തിയും രണ്ടും രണ്ട് വഴിക്ക് ആവാൻ പോണ് അല്ല, നമ്മൾ രണ്ടു കൂട്ടരും രണ്ട് വഴിക്ക് ആവാൻ പോണ പോലെയാണ് തോന്നുന്നതൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ അനന്തവർമ്മ നന്ദിതയോട് പറയുന്നുണ്ട്, നീ എന്തായാലും ഗോമതിയോട് സംസാരിച്ച് ശരിയായില്ല, നീ ദേവമംഗലത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകും, എൻ്റെ മോളാണ് അവിടെ ജീവിക്കുന്നത്, എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ ദേവമംഗലത്താരായിട്ട് നമുക്ക് എന്ത് പ്രശ്നം മുഴുവനും അച്യുതനും ആ ലോകം കൂടി ഉണ്ടാക്കണതല്ലേ, എൻ്റെ മോളെ ഉപദ്രവിക്കാനൊന്നും അവന് അധികാരമായിട്ടില്ല, ശിക്ഷിക്കാനും രണ്ടുപേർക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തർക്കവും രണ്ടും ശരിയാവാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞു. അനന്തവർമ്മ നന്ദിതനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദിത പറയുന്നത് ഇങ്ങനെയാണ്, അച്യുതനും അലോകനും എൻ്റെ മകളെ ശിക്ഷിക്കാൻ അധികാരമില്ല, അതുപോലെ തന്നെ അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞ്. ശരി, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അയാൾ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നങ്ങളൊക്കെ ആവും, അവരും മിത്രനെ ആര്യനെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ തന്നെ ആര്യനെ എന്തിനും ഉപദ്രവിക്കണേ, നമ്മുടെ മകൾ ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ഇറങ്ങിപ്പോയി, അവനാണെങ്കിൽ അവൾ അന്തസ്സോട് കൂടി നോക്കുന്നുണ്ട്, ഇതുപോലെ നമുക്കെന്നൊക്കെ ചോദിച്ച് അങ്ങനെ അനിയനും അനിയൻ്റെ മോനും വേണ്ടി എൻ്റെ മകളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നന്ദിതയുടെ വാക്ക് അയാൾ അംഗീകരിക്കുന്നുണ്ട്. പിന്നീട് ദേവമംഗലമാണ് കാണിക്കുന്നത്. ദേവമംഗലത്ത് എല്ലാവർക്കും ടെൻഷൻ. ആദ്യം തന്നെ മീനാക്ഷിനെയും ആകാശിനെയാണ് കാണിക്കുന്നത്. മീനാക്ഷി പറയുന്നുണ്ട്, നന്നായുള്ളൂ ഒന്ന് കൊടുത്തത്, ആദ്യമേ തന്നെ ഞാൻ വിചാരിച്ചത്, എത്ര നാളായി നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്, ഓഫീസിൽ വന്ന് തന്നെ അയാൾ മോശമായി സംസാരിച്ചപ്പോൾ തന്നെ അയാൾക്ക് 2 കൊടുക്കണം എന്ന് വിചാരിച്ചതെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ആകാശ് പറയുന്നുണ്ട്, ആനന്ദേട്ടനെയും കൂട്ടി അലോകിനെ ഒന്ന് പൊട്ടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ അച്ഛനെ ഉപദ്രവിക്കുക, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഗോമതിനെയാണ് കാണിക്കുന്നത്. ഗോമതി വല്ലാത്ത ടെൻഷനിലാണ്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അനന്തേട്ടൻ്റെ പോലെയല്ല അച്യുതേട്ടൻ. അനന്തേട്ടൻ മനസ്സിൽ ദേഷ്യവും വൈരാഗ്യവും ഒന്നും വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല. പക്ഷെ അച്യുതേട്ടൻ മനസ്സിൽ വൈരാഗ്യം മാത്രം സൂക്ഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് ബാലേട്ടൻ നന്നായി സൂക്ഷിക്കണം. നമുക്ക് ആര്യനെ ഇങ്ങോട്ട് വിളിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട വേണ്ട, എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവനെ വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അതെന്താ അങ്ങനെ പറയുന്നത്, അവൻ നമ്മുടെ മോനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവനെ കാണാനല്ല വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയത്, അപ്പോൾ അവൻ എന്നെ പരിഹസിച്ചില്ലേ, അതെനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് പെട്ടെന്ന് പറഞ്ഞു പോയതാവും. എന്തെന്നെ ആയാലും അവൻ ഇങ്ങോട്ട് വരണ്ട, അവൻ്റെ കാര്യം അവൻ്റെ ഭാര്യയുടെ കാര്യവും നോക്കി നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗോമതിനെ ദേഷ്യം പിടിപ്പിക്കുന്നു ചെയ്യുന്നത്. എന്തായാലും അച്യുതന് ഒരു അടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു, കുറേ നാളായി ഞാൻ നോക്കി വെച്ചേക്കണത്, അതെന്തായാലും സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗോമതിക്ക് പേടിയുണ്ട്, അയാൾ എന്തെങ്കിലും ചെയ്യുമോ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ ഗോമതിയോട് പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, നീ അവൻ എന്നെ ഒന്നും ചെയ്യില്ല, അഥവാ ചെയ്താലും അവൻ ആണത്തല്ലാത്തവനാണ്, അതുകൊണ്ട് തന്നെ അവൻ ബാക്കിൽ കൂടെ ചെയ്യുള്ളൂ, അടിക്കുള്ളൂ, ആളെ വിട്ടോ അല്ലെങ്കിൽ ഒളിച്ചിരുന്നോ അങ്ങനെയൊക്കെ. എന്തായാലും മുന്നിലൂടെ വന്നും കഴിഞ്ഞിട്ട് അവൻ എന്നെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ബാലൻ വലിയ ധൈര്യത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നീട് ബാലനൊരു അപകടം പറ്റിയതായി സ്വപ്നം കണ്ട് അച്ഛാന്ന് വിളിച്ചാലറി കരഞ്ഞുകൊണ്ട് ആര്യം ഞെട്ടി എഴുന്നേൽക്കുന്നു. മിത്ര ഓടി വന്നും കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്തിനാ അച്ഛനെ വിളിച്ചതെന്ന് വെച്ചാൽ അച്ഛനെന്തോ അപകടം പറ്റിയെന്ന് സ്വപ്നം കണ്ടെന്ന് പറയും. അപ്പം അച്ഛനോട് സ്നേഹം ഉണ്ടല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒരേ സ്വഭാവക്കാരാണ്, അച്ഛനും മകനും ഒരേപോലെയാണ്, സ്നേഹമുണ്ട് പക്ഷെ പ്രകടിപ്പിക്കില്ല, വാശി മറ്റുള്ളവരുടെ മുന്നിൽ, എനിക്ക് അങ്ങനെ ആരോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എന്നെയും കൂട്ടി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി, എനിക്കറിയാം
ആര്യന് അച്ഛനോടുള്ള സ്നേഹം. കാരണം ആര്യനെ ഒരുപാട് അടിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ആര്യനെ ബെൽറ്റ് കൊണ്ട് അടിക്കണതൊക്കെ. ആ സമയത്തൊക്കെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം കൊണ്ട് എനിക്ക് വരണമെന്നും ഒന്ന് ഒഴിഞ്ഞു തരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ തമ്മിൽ, അപ്പോൾ നമ്മൾ തമ്മിലെന്ന് പറഞ്ഞപ്പോൾ അതെ ശരിയാണ്, അതൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ട് വീട്ടുകാരായിട്ടുള്ള പ്രശ്നം കൊണ്ട് അങ്ങനെ ആയിപ്പോയതെന്ന് ഞാൻ ആര്യനെ ചെറുപ്പത്തിലേ തുടങ്ങി ശ്രദ്ധിക്കാറുണ്ടെന്നൊക്കെ ഇത്രയും പറയും. ആര്യനത് കേൾക്കാത്ത പോലെ നിൽക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലൻ നടക്കാൻ പോയിട്ട് വരുന്നു. ആ സമയത്ത് അച്യുതൻ വന്ന് എന്താ ബാല നടക്കാൻ പോയതാണോ എന്ന് ചോദിക്കും. അതെ, അത് പതിവുള്ള ശീലമാണല്ലോ. ആ ശരി, ആരോഗ്യമൊക്കെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയും. എൻ്റെ ആരോഗ്യം ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, അല്ല ഒരു പരിഹാസമൊക്കെ പറയുന്നുണ്ട്. ആന എന്തോ ഒരു പഴയൊരു പഴഞ്ചൊല്ലൊക്കെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചൊല്ലുന്നുണ്ട്. അത് കാരണം നിനക്ക് തല്ല് കിട്ടാൻ പോകണം, അതുകൊണ്ട് നീ നിൻ്റെ തടി സൂക്ഷിച്ചോളാനൊക്കെയാണ് മുന്നറിയിപ്പ് കൊടുത്തത്. ആ സമയത്ത് രാജശ്രീയും അലോകും വരുന്നുണ്ട്. എന്താ അച്ഛാ, എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല മോനെ എന്ന് ബാലൻ പറയും. അച്ഛന് എന്നോടൊരു പഴഞ്ചൊല്ല് പറഞ്ഞതുണ്ടെന്ന് പറഞ്ഞു. പഴഞ്ചൊല്ല് തന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ എടാ ഇതാണ് പറഞ്ഞത്, നീ ആണുങ്ങൾ പോലെ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് ബാലൻ. അപ്പോൾ ആ സമയത്ത് ഗോമതി ഓടി വരും. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല, നിൻ്റെ ആങ്ങൾ എന്നോട് ചെറിയതായിട്ട് തമാശ പറഞ്ഞതെന്ന് പറയും. ആങ്ങളെയോ? അതെ, ഞങ്ങൾ അളിയനല്ലേ എന്ന് പറയും. അളിയനോ എന്ന് ചോദിച്ചാൽ അലോക് ചാടി വീഴുമ്പോൾ പറയും ഡാ ബാലൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ അളിയനാണ്, നീ നിൻ്റെ കാര്യം കഴിച്ച് പോകാൻ പറഞ്ഞ് ആ സമയത്ത് നന്ദിത അങ്ങോട്ട് വന്നിട്ട് പറയും ഗോമതി എന്ന് വിളിച്ച് ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലും. എല്ലാവരും മുന്നിൽ കൂടെ തന്നെ ദേവമംഗലത്തേക്ക് നന്ദിത വീണ്ടും കയറി ചെല്ലും. കണ്ട വഴക്കുണ്ടാക്കാൻ തന്നെ ഉള്ള പരിപാടി ഉണ്ടെന്ന് രാജശ്രീ പറയും. നീ നിൻ്റെ കാര്യം കഴിച്ച് പോ. അലോകിനെയും രാജശ്രീനെയും അങ്ങനെ കൃഷ്ണമംഗലത്തേക്ക് പറഞ്ഞയക്കും. ആ സമയത്ത് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടത് വിചാരിച്ച് നന്ദിതയും പോകും. പിന്നീട് ബാലനെ വലിച്ചുകൊണ്ട് ഗോമതി അകത്തേക്ക് പോകും. പിന്നെ അവർ സംസാരിക്കും. എനിക്ക് പേടിയാവുന്നു, ആര്യനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ആര്യനെ വിളിക്കട്ടെ എന്നുള്ള പല്ലവി തന്നെയായിരിക്കും. ബാലേട്ടനല്ല ആര്യനെ ഒരു കാരണമില്ലാണ്ട് ഇറക്കി വിട്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇല്ലാണ്ടല്ല ഇറക്കി വിട്ടത്, ഞാൻ ഇറക്കി വിട്ടതും അല്ല അവൻ പോയതെന്ന്. പിന്നെ അവൻ്റെ പെണ്ണിനെ കൂടെ പറഞ്ഞയച്ചത് അവരൊന്നിച്ച് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അല്ലെങ്കിൽ തന്നെ ആര്യന് എന്ത് തെറ്റ്? ആ സമയത്ത് മീനാക്ഷിയും വരും. മീനാക്ഷി ഞാൻ ചെയ്തതിൽ വല്ല തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ അറിയാം, എനിക്ക് ആര്യനെ അറിയാം, ആര്യൻ നല്ല നല്ല സ്വഭാവമാണ് അവന്, ഒരമ്മയുടെ സ്ഥാനത്താണ് അവൻ എന്നെ കാണുന്നത്, ഏട്ടത്തി എന്ന് പറഞ്ഞിട്ടല്ല അവൻ എന്നെ കാണുന്നത്. അവൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ അവൻ പ്രകടിപ്പിക്കില്ല. അച്ഛൻ്റെ ബാക്കി രണ്ടാൺമക്കൾ അച്ഛൻ പറയുന്നത് അക്ഷരം തെറ്റാതെ വിഴുങ്ങും. ആര്യൻ്റെ അഭിപ്രായം പറയും. അങ്ങനെയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് വേറൊരു പ്രശ്നവുമില്ല. ആര്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആർക്ക് എന്ത് സംഭവിച്ചാലും അവൻ മുന്നിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഗോമതി പറയും അതെ ഇനി ഞാനൊരു കാര്യം പറയാം, ആര്യനാണ് ബാലേട്ടനെ രക്ഷിച്ചതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആര്യൻ ഒന്ന് ഗോമതി, വേറെ ഏതൊരു ചെറുപ്പക്കാരൻ എന്നെ രക്ഷിച്ചത്, ആര്യനൊന്നല്ല എന്ന് പറയും. അങ്ങനെ ബാലനകത്തേക്ക് പോകും. ആ സമയത്ത് മീനാക്ഷി ഞാൻ സത്യം പറഞ്ഞിട്ട് പോലും ബാലേട്ടൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്താ അതൊക്കെ അച്ഛൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മേനെ. പിന്നീട് മിത്രനെ കാണിക്കണേ. മിത്ര സാരി ഉടുത്തുങ്ങായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണ, ഒരു വിവരവും ഇല്ല സാരി ഉടുക്കണം എങ്ങനെയാണെന്ന്. അങ്ങനെ മീനാക്ഷിക്ക് ഫോൺ ചെയ്യുന്നു. അങ്ങനെ മീനാക്ഷി അമ്മേരെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അമ്മ പഴയൊരു സാരി എടുത്ത് വന്നിട്ട് വീഡിയോ കോളിലൂടെ സാരി ഉടുപ്പിക്കാൻ നോക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും മിത്രയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. ഗോമതി നല്ല രീതിയിൽ സാരിയൊക്കെ ഉടുപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ബാലൻ വന്ന് ചോദിക്കുന്നത് എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ബാലേട്ടൻ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഗോമതി കാണിച്ചു കൊടുത്ത സാരി സെറ്റായിട്ട് ഒരു ഭംഗിയോടെ തന്നെ ഗോമതി ഒരു സാരിയുടെ മേലെ ഒരു സാരി കൊടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ മിത്രയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. മിത്ര ആ സാരിയുടെ ഒരു ഞെറി പോലും കൊടുക്കാൻ അറിയാണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം മീനാക്ഷി ഫോൺ നോക്കിയിട്ട് പറയുന്നുണ്ട് എടി മിത്രേ, നിനക്ക് ആര്യനോട് പറഞ്ഞൂടെ സാരി ഉടുപ്പിച്ചു തരാനേ? ആര്യനോടാ? പിന്നെന്താ, സാരി മേടിച്ചു തരാൻ ആ സമയത്ത് മീനാക്ഷിയോടും അമ്മയോടും ഗോമതിയോടും പറയുന്നുണ്ട് എനിക്ക് ആര്യം മേടിച്ചു തന്ന സാരിന് നല്ല സെലക്ഷൻ ഉണ്ടല്ലോ, നല്ല സാരി എന്നൊക്കെ പറഞ്ഞവർ. മോളെ സത്യം പറ, നിനക്ക് സാരി ആര്യം വാങ്ങി തന്നോന്നൊക്കെ ഗോമതി വിശ്വാസമില്ലാണ്ട് ചോദിക്കുമ്പോൾ അതെ അപ്പച്ചി എനിക്ക് സാരി വാങ്ങി തന്നു, ഇന്ന് എൻ്റെ കോളേജിൽ സാരി ഉടുക്കേണ്ട ദിവസമാണോ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും നീ ആര്യനോട് പറയും സാരി ഉടുപ്പിച്ചു തരാൻ, അവൻ ചിലപ്പോൾ നല്ല രീതിയിൽ ഉടുപ്പിച്ചു തരും, പറയാൻ പറ്റില്ല, ആണുങ്ങൾക്ക് അറിയാണ്ടിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷി ഇങ്ങനെ മിത്ര ഇങ്ങനെ ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.